വിഴിഞ്ഞത്തിന്റെ ക്രെഡിറ്റ് നാടിനും ജനങ്ങൾക്കുമാണെന്നും പുതിയ യുഗത്തിന്റെ തുടക്കമാണ് ഇതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിലാണ് വിഴിഞ്ഞം തുറമുഖം എന്ന സ്വപ്നം യാഥാർത്ഥ്യമായതെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇടത് സർക്കാർ 10ാം വർഷത്തിലേക്ക് കടക്കുന്ന വേളയിൽ എല്ലാ മലയാളികൾക്കുമുള്ള സമ്മാനമാണിത്. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ച് മറ്റ് സംസ്ഥാനങ്ങൾക്കും രാജ്യത്തിനാകെയും മാതൃകയായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സംസ്ഥാനം അസാധ്യമാണെന്ന് കരുതിയ പലതും സാധ്യമാക്കിയ 9 വർഷമാണ് കടന്നുപോയത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ കേരളം ലോക മാരിടൈം ഭൂപടത്തിലെ പ്രധാന കേന്ദ്രമാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യൻ വ്യാപാരത്തിനും ലോജിസ്റ്റിക്സിനും ആഗോളതലത്തിൽ നിർണായക സ്ഥാനം നൽകുന്ന പുതിയ യുഗത്തിന്റെ പ്രാരംഭ മുഹൂർത്തമാണിത്. വിഴിഞ്ഞം പദ്ധതി ഒരു തർക്ക വിഷയമായി കൊണ്ടുവരേണ്ടതില്ല എന്നും ഇത് നമ്മുടെ നാടിനുള്ളതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. കല്ലിട്ടത് കൊണ്ട് മാത്രം കാര്യങ്ങൾ പൂർത്തിയാകില്ലല്ലോ. ഇപ്പോൾ കപ്പൽ ഓടുന്ന അവസ്ഥയിലെത്തി. വിഴിഞ്ഞം പദ്ധതി ഈ സർക്കാരിന്റെയോ അതിനു മുൻപുള്ള സർക്കാരിന്റെയോ കണ്ടെത്തലല്ല, പതിറ്റാണ്ടുകളായി തുടരുന്ന പ്രക്രിയയുടെ സാക്ഷാത്കാരമാണ് വിഴിഞ്ഞം തുറമുഖമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരും നിലവിലുള്ള LDF സർക്കാരും ഉചിതമായ കാര്യങ്ങൾ ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള ക്രെഡിറ്റ് നേടുന്നതിന് വേണ്ടിയായിരുന്നില്ല എന്നും നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞത്ത് ബോട്ട് തള്ളിക്കൊണ്ടുവന്ന് ഉദ്ഘാടനം നടത്തുന്ന രീതിയല്ല വരാൻ പോകുന്നത് എന്നും അദ്ദേഹം UDF-നെ പരോക്ഷമായി പരിഹസിച്ചുകൊണ്ട് വ്യക്തമാക്കി. വിഴിഞ്ഞത്തേക്ക് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്കു കപ്പലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ക്രെഡിറ്റ് അർഹിക്കുന്നവർക്ക് ജനം നൽകുമെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. വിഴിഞ്ഞം പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. വിഴിഞ്ഞം ഏത് കാലാവസ്ഥയിലും സുഗമമായി പ്രവർത്തിക്കുമെന്നും കഴിഞ്ഞ ദിവസം താൻ പോയി കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിഴിഞ്ഞത്ത് നിന്ന് 2034 മുതൽ സർക്കാരിന് വരുമാനം കിട്ടിത്തുടങ്ങുമെന്നും ഒരു പുതിയ കരാർ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഈ നേട്ടം സാധ്യമായത് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു.